എല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയ വ്യക്തതയുള്ള ആളാണ് എം സ്വരാജ്. എസ്എഫ്ഐ, ഡിവൈഎഫ്ഐ ഭാരവാഹി പദവികൾ വഹിച്ച ശേഷമാണ് പാർട്ടി നേതൃനിരയിലേക്ക് എം സ്വരാജ് എത്തിയത്. അളന്നുമുറിച്ച വാക്കുകൾ കൊണ്ട് എതിരാളികളെ നിഷ്പ്രഭരാക്കുന്ന സ്വരാജിന്റെ രീതി സിപിഎമ്മിന്റെ അണികൾക്കും ആവേശമാണ്. 2016 മുതൽ 21 വരെ തൃപ്പൂണിത്തുറ MLA, 2021 കെ ബാബുവിനോട് നേരിയ വോട്ടിന് പരാജയപ്പെട്ടു. പിന്നീട് സംഘടനാ പ്രവർത്തനത്തിലേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു എം സ്വരാജ്. നിലവിൽ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ, മുൻപ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ്. നിലമ്പൂർ സ്വദേശിയായ സ്വരാജ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പൊതുരംഗത്ത് ഉയർന്നു വന്നത്. വിഷയങ്ങൾ ഏതായാലും സ്വരാജിന് വ്യക്തതയുള്ള ഒരു നിലപാടുണ്ടാകും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അത് അംഗീകരിക്കുന്നവരും കുറവല്ല. ഫലസ്തീനെ പിന്തുണച്ച് സ്വരാജ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും ചർച്ചയാണ്. ബാബരി കേസിൽ സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ച വാചകം രാഷ്ട്രീയ പ്രസക്തി ഏറെയുള്ളതായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം വരെ എത്തിയ സംഭവത്തിൽ സ്വരാജ് പറഞ്ഞത് അതിദേശീയത കത്തിക്കുന്ന സംഘപരിവാറിന്റെ കാലത്ത് രാജ്യത്തിൽ നിലവിൽ ആരെങ്കിലും പറയാൻ 2 തവണ ആലോചിക്കുന്ന കാര്യമാണ്. ഈ ആശയവ്യക്തത തന്നെയാണ് സ്വരാജിനെ പാർട്ടിക്കിടയിൽ സ്വീകാര്യനാക്കിയിട്ടുള്ളത്. വ്യക്തതയുള്ള രാഷ്ട്രീയം പറഞ്ഞ് ജൂൺ 23-ന് നിലമ്പൂരിന്റെ മനസ്സിൽ സ്വരാജ് ചെങ്കൊടി ഉയർത്തുമോ എന്ന് കാത്തിരുന്നു കാണാം. മീഡിയ 1 നിലമ്പൂർ.